സുഹൃത്തുക്കളെ, നമ്മളിപ്പോഴുള്ളത് സാൻ ഫ്രാൻസിസ്കോ നഗരപരിധിക്കുള്ളില് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, നമ്മൾ ചുവന്ന നിറത്തിൽ കാണുന്ന ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന്റെ ഒരു 1.5 കിലോമീറ്ററോളം ദൂരെ ജാപ്പനീസ് ടീ ഗാർഡൻ, വളരെ പ്രസിദ്ധമാണ് ചരിത്രപരമായിട്ടും സാംസ്കാരികമായിട്ടും. നമ്മളുടെ സാൻ ഫ്രാൻസിസ്കോ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാൻ ഫ്രാൻസിസ്കോ വളരെയധികം ഇന്ത്യൻ പോപ്പുലേഷൻ, അത് പ്രത്യേകമായിട്ട് IT മേഖല, സാങ്കേതികമായിട്ടുള്ള ഇവിടുത്തെ ഇന്ന് പുതിയതായി വരുന്ന നിർമ്മിത ബുദ്ധി, AI ടെക്നോളജി മുതൽ അങ്ങോട്ട് സിലിക്കൺ വാലി വരെയുള്ള ടെക്നോളജികളുടെ തലപ്പത്തിരിക്കുന്ന ഇന്ത്യൻ, സുന്ദർ പിച്ചൈ, സത്യ നടേല, മൈക്രോസോഫ്റ്റ് തൊട്ട് വളരെയധികം ഇന്ത്യക്കാർ കെട്ടിപ്പടുത്ത ഒരു പ്രദേശമാണ് ഇത്. അപ്പോൾ അവിടെയുള്ള ഒരു ജാപ്പനീസ് ടീ ഗാർഡനിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. ഇവിടെ ഈ ഹരിതം എന്ന് പറഞ്ഞാൽ ഇത് പച്ചപ്പിൽ, ഇത് അതിനുള്ളിൽ ഒരു ജാപ്പനീസ് ഗാർഡൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഈ പ്രദേശമാണ്, ഇത് വലിയൊരു പാർക്കാണ്, ഈ ഒരു വലിയ പാർക്കാണ് ഇവിടെ ഉള്ളത്. അപ്പം ആ ഒരു പ്രദേശമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ജാപ്പനീസ് ടീ ഗാർഡൻ. ഇതിന് ശേഷം നമ്മൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൽ പോകുന്നതായിരിക്കും. അവിടെയും നിങ്ങളുടെ ഇത് ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട് ട്രെയിൽസിലൊക്കെ, അപ്പം നമ്മൾ അവിടെയും പോകുന്നതായിരിക്കും കുറച്ച് നേരത്തിന് ശേഷം. അപ്പൊ സുഹൃത്തുക്കളെ, നേരത്തെ സൂചിപ്പിച്ച പോലെ ജാപ്പനീസ് ടീ ഗാർഡൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം സാൻ ഫ്രാൻസിസ്കോ എല്ലാം ഉത്ഭവിച്ചത് ഇവിടെ നിന്നാണ്. AI, ഇന്ന് വരുന്ന കമ്പ്യൂട്ടർ, സിലിക്കൺ വാലി, ഇൻഫർമേഷൻ ടെക്നോളജി തൊട്ട് എല്ലാം ലോകത്തിന്റെ ഈ പുരോഗമനം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഗൂഗിള്, മൈക്രോസോഫ്റ്റ് തൊട്ട് എല്ലാ കമ്പനികളും, IT കമ്പനികൾ, ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഈ തന്നെ ഓടുന്ന കാറ്, നിങ്ങളെ ഇപ്പൊ കാണിച്ചു തരാം, തന്നെ ഓടുന്ന കാറ് മുതൽ എല്ലാ ആധുനിക ടെക്നോളജികളും സാൻ ഫ്രാൻസിസ്കോയിലാണ് തുടങ്ങിയത്. അവിടുത്തെ ജാപ്പനീസ് ഗാർഡനിലാണ് നമ്മളുള്ളത്. കണ്ടു നോക്കൂ, വളരെ സുന്ദരമാണ്. നല്ല ഈ ജപ്പാന്റെ സംസ്കാരം വിളിച്ചൂതുന്ന നിർമ്മാണങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ചെടികള്, അവരുടെ ജാപ്പനീസ് സംസ്കാരമൊക്കെ വിളിച്ചൂതുന്ന ഒരു രംഗങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ സാൻ ഫ്രാൻസിസ്കോ എല്ലാവിധ വികസനത്തിന്റെ ഒരു കണ്ടുപിടുത്തങ്ങളും, ഇന്ന് ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ജാഗ്വാർ കാറുകൾ ഇവിടെ ചീറിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. വെയ്മോ എന്ന് പറഞ്ഞൊരു കമ്പനി, ഗൂഗിളിൻ്റെ ആണെന്ന് ഈ കമ്പനി, ടാക്സി സർവീസ്, അതുപോലെ എല്ലാ വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ, ഇൻവെൻഷൻസ്, അതിൽ ഇന്ത്യക്കാർ വലിയൊരു ഭാഗമാണ്. സുന്ദർ പിച്ചൈ തൊട്ട് സത്യ നടേല തൊട്ട് അങ്ങനെയുള്ള ആ ഒരു നഗരത്തിന്റെ, സാൻ ഫ്രാൻസിസ്കോ നഗരത്തിന്റെ ഒത്തുനടുക്കുള്ള ഇത്ര പ്രകൃതി രമണീയമായ ഒരു ജാപ്പനീസ് ഗാർഡൻ. നമുക്കറിയാവുന്ന പോലെ ജാപ്പനീസ് കൺസ്ട്രക്ഷൻ കാണാം, അവരുടെ വൈദഗ്ധ്യം, ബിൽഡിങ്ങുകൾ പണിയുന്ന വൈദഗ്ധ്യം തൊട്ട് എല്ലാ തരത്തിലും ഒരു പ്രകൃതിയുമായി ഇണചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ ഈ ഒരു പ്രദേശത്ത് നിന്നാണ് നമ്മൾ നോക്കൂ, ആ ഒരു കെട്ടിടം പണിതിരിക്കുന്നത് പോലും ജാപ്പനീസ് കലാവിരുത്, അതല്ലെങ്കിൽ ഈ വാസ്തുകലയുടെ ഒരു ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതൊരു പാർക്കിനുള്ളിൽ, ഈ സാൻ ഫ്രാൻസിസ്കോ പസഫിക് സമുദ്രത്തിന്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പസഫിക് സമുദ്രം കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 12 മണിക്കൂർ ഫ്ലൈ ചെയ്താൽ ടോക്കിയോ എത്തും. അപ്പോൾ കടലിനക്കരെയാണെങ്കിൽ പോലും ജപ്പാന്റെ സംസ്കാരം ഈ സാൻ ഫ്രാൻസിസ്കോയിലും വിളിച്ചൂതുന്ന ഒരു ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇതിനെ ജാപ്പനീസ് ടീ ഗാർഡൻ എന്നാണ് പറയുക. അപ്പം നമ്മളുള്ളത്, നമുക്കറിയാലോ, ഇത് വളരെ ഭംഗിയായിട്ടാണ് ഈ പ്രദേശം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഒരു ശാന്തമായ അന്തരീക്ഷം. നമ്മളിപ്പോൾ ധ്യാനത്തിലിരിക്കുന്നവർ, മെഡിറ്റേഷന് പോകുന്നവർ,
ഇത്തരത്തിലുള്ള കോൺഷ്യസ്നെസ് ഇങ്ങനെയുള്ള പ്രദേശത്തുള്ള ഈ ജാപ്പനീസ് ടീ ഗാർഡനിൽ വന്ന് നിങ്ങൾക്കൊരു ശാന്തിയും സമാധാനവും ധ്യാന നിബിഡമായ ഒരു ഇതും നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കുറച്ചു നേരം നിങ്ങൾക്ക് ധ്യാനത്തിലിരിക്കണമെങ്കിൽ അത് അതുപോലെയുള്ള പ്രദേശത്ത് ഇരുന്നിട്ട് ഒന്ന് ധ്യാനത്തിലിരുന്ന് ശാന്തമായിട്ട് നമുക്കിവിടെ ധ്യാനത്തിലിരിക്കാനുള്ള സംവിധാനങ്ങൾ. പക്ഷെ ഈ മരങ്ങൾ തന്നെ ഇതൊക്കെ സിഡാറാണ്, സിഡാറുണ്ട്, പിന്നെ പൈൻ മരങ്ങൾ കണ്ടിരുന്നു, ഇതിനിടയിൽ ഓക്ക് മരങ്ങളുണ്ട്. അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് ഈ ജാപ്പനീസ് സാൻ ഫ്രാൻസിസ്കോയിലുള്ള ജാപ്പനീസ് ഗാർഡനിലുള്ളത്. ചില വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ, അത് കോയിൻസ്, നാണയങ്ങൾ 1 ഉണ്ട്, 5 ഉണ്ട്, ഡൈം, നിക്കല്, ക്വാർട്ടർ ഒക്കെ, പെനീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. അതിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വെള്ളത്തിൽ, അത് ചൈനീസും ഏഷ്യൻ സംസ്കാരമാണ്. ചൈനീസ് ജാപ്പനീസ് ഇങ്ങനെ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഭാഗ്യം വരും എന്നുള്ളൊരു സംസ്കാരം. അതിന്റെ ഭാഗമായിട്ട് അവർ കോയിൻ ഈ ഇതിൽ എറിഞ്ഞിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇത്തിരി മത്സ്യങ്ങൾ, വലിയതും ചെറുതുമായിട്ട് മത്സ്യങ്ങളൊക്കെ ഈ പ്രദേശത്തുണ്ട്. ഇവിടെ നിന്നുള്ളൊരു ഫ്രെയിം നമ്മൾ നോക്കുമ്പോൾ എത്ര സൗന്ദര്യമാണ്, എത്ര ഭംഗിയാണ് നമ്മൾ ഈ കാണുന്ന പ്രദേശം. നോക്കൂ, ഇത് ഈ മരങ്ങൾ വെട്ടി നിർത്തിയിരിക്കുന്നതും അത് നമുക്കുണ്ടാക്കുന്ന ഒരു മനസ്സിന്റെ സന്തോഷം, അതല്ലെങ്കിൽ സുഖം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നടക്കുമ്പോൾ നമുക്ക് ഈ തിരക്കുള്ള ജീവിതം, അതായത് നമ്മൾ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടി അലയുന്ന വേളയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രകൃതിയുടെ ഇടങ്ങളിൽ നമ്മൾ വരുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം എന്ന് പറയുന്നത്, നമുക്ക് ആ സമയം നമ്മൾ കണ്ടെത്തണം നമ്മുടെ ജീവിതത്തിൽ. അതാണ് നമ്മളെ നമുക്കൊരു ശാന്തിയും സമാധാനവും സന്തോഷവും ആനന്ദവും നൽകുന്നത്. അത് ജാപ്പനീസ് ടീ ഗാർഡൻ സാൻ ഫ്രാൻസിസ്കോയില് അതിന് നേരെ എതിരെയുള്ള മ്യൂസിക് കോൺകോഴ്സ് ആണ്. ഡെഡിക്കേറ്റഡ് സെപ്റ്റംബർ 11 ആക്രമണത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിക് കോൺകോഴ്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് ജാപ്പനീസ് ടീ ഗാർഡന് നേരെ എതിരായിട്ടാണ്. ഇവിടെ ആൾക്കാർ വന്ന് പെർഫോം ചെയ്യുന്നു, ആ പ്രദേശത്തിരുന്ന ആൾക്കാർ ആ കാഴ്ച കാണുന്നു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവിഷ്കാരം, എന്തെങ്കിലും ഒരു പാട്ട് പാടണം, ഇവിടെ വന്ന് നിങ്ങൾക്ക് പാടാം. അതും അല്ലെങ്കിൽ ഒരു നാടകം അഭിനയിക്കണം, അല്ലെങ്കിൽ ഒരു സ്കിറ്റ് അഭിനയിക്കണം, ഇവിടെ വന്ന് അഭിനയിക്കാം. ഇവിടെ കാണുന്നത് നേച്ചർ ഓപ്പൺ സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ അതായത് മരങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ട് വെട്ടി നിർത്തിയിരിക്കുന്ന ആ മരങ്ങളൊക്കെ അതേ ഒരു പ്രകൃതി രമണീയമായിട്ട് ഏതോ ഒരു ഗ്രീസിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പ്രദേശം പണിതുണ്ടാക്കിയിരിക്കുന്നത്. ഗ്രീസ് കൾച്ചർ പല നമുക്കറിയാം. ഒരു സഹോദരൻ അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട്, പാട്ട് പാടിയും അദ്ദേഹം പോവാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് കുറേ പാട്ട് പാടി ആരും കേൾക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം പുറപ്പെടുകയാണ്. പക്ഷെ നമ്മളിവിടെ പെർഫോം ചെയ്യുന്നില്ല, നമ്മളിത് കാണുന്നു. ജാപ്പനീസ് ടീ ഗാർഡൻ കണ്ടു, അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകാന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മ്യൂസിക് കോൺകേഴ്സ് സാൻ ഫ്രാൻസിസ്കോ സിറ്റി. നല്ല ലൈറ്റിങ്, സൗണ്ട്, മൈക്കൊക്കെ ഉള്ള സ്ഥലമാണ്, പ്രദേശമാണത്. പ്രദേശം മുഴുവനും ഇങ്ങനെ ഉള്ള മരങ്ങൾ വെട്ടി നിർത്തി ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് ഈ ടീ ഗാർഡൻ്റെ അടുത്ത്. ഒപ്പം തന്നെ ഇവിടെ കുറച്ച് ഫൗണ്ടൻ ഉണ്ട്, വെള്ളത്തിൻ്റെ വാട്ടർ ഫൗണ്ടൻ. അപ്പം അങ്ങനെയുള്ള പ്രദേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആയോധന കല പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ജാപ്പനീസ് വ്യക്തിയെ നമുക്ക് കാണാം. അദ്ദേഹം എന്തൊക്കെയോ അവരുമായിട്ട്, അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കല, തായ്ച്ചി പോലെയുള്ളൊരു കലയാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത്. ഒപ്പം ഫൗണ്ടൻ ഉണ്ട്. ഇതാണ് സാൻ ഫ്രാൻസിസ്കോ. നമ്മളിപ്പോൾ കാണുന്നത് കാലിഫോർണിയ അക്കാഡമി ഓഫ് സയൻസസ്, അതിൻ്റെ ഒരു കെട്ടിടമാണ്, അതിൻ്റെ ഒരു ബിൽഡിംഗ് ആണ് കാണുന്നത്. ആ ഒരു പ്രദേശം എത്ര സൗന്ദര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ജാപ്പനീസ് ടീ ഗാർഡൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഈ അക്കാഡമി ഓഫ് സയൻസസിൻ്റെ ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഞാൻ പറഞ്ഞ പോലെ മ്യൂസിക് കോൺകോഴ്സ് ഉണ്ട്, ലിഫ്റ്റ് എവറി വോയ്സ്, അതാണ് മ്യൂസിക് കോൺകോഴ്സ്. അപ്പം ഈ ഒരു പ്രദേശം വളരെ നല്ല മാതിരി മെയിൻറ്റെയിൻ ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് കാലിഫോർണിയ അക്കാഡമി ഓഫ് സയൻസസ്.